റിവൈവൽ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികൾക്കിടയിൽ ക്രിസ്തുവിന് നൽകുന്ന ക്രിസ്ത്യൻ മിനിസ്ട്രിയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും നാം കണ്ടത്. ക്രിസ്ത്യൻ നേതൃത്വത്തെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തത് എങ്ങനെയെന്നും നാം മനസ്സിലാക്കി. ഇന്ന് കാണുന്ന നിലയിലേക്ക് വിവിധ ഘട്ടങ്ങളിലൂടെ ക്രിസ്ത്യൻ വളർന്നു വന്നത് എങ്ങനെയെന്നും നാം കണ്ടു. ഈ എപ്പിസോഡിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ക്രിസ്ത്യൻ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നതെന്നും ആ പ്രവർത്തനങ്ങൾ എത്രത്തോളം കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സഹായകമാകുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. കോവിഡ് കാലത്ത് ധ്യാനം സംഘടിപ്പിക്കുക പ്രയാസമാണെന്ന് നമുക്കറിയാം. എങ്കിലും കോവിഡ് മാറ്റി നിർത്തിയാൽ ക്രിസ്ത്യൻ നിലവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഏഞ്ചൽസ് റിട്രീറ്റാണ് ക്രിസ്ത്യൻ സംഘടിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ആകർഷകമായ രീതിയിൽ നൽകിയാൽ കുട്ടികൾ വലിയ രീതിയിൽ സ്വീകരിക്കുന്നതായി ക്രിസ്ത്യൻ നേതൃത്വം സാക്ഷ്യപ്പെടുത്തുന്നു. ഏഞ്ചൽസ് ധ്യാനം പങ്കെടുക്കുന്ന കുട്ടികളിലെ മാറ്റങ്ങളും മാതാപിതാക്കളുടെ ശ്രദ്ധയെ ക്രിസ്ത്യനിലേക്ക് ആകർഷിച്ചു. ആദ്യകാലത്ത് ക്രിസ്ത്യനിൽ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ടീനേജേഴ്സിന് വേണ്ടി മാത്രമുള്ള ധ്യാനങ്ങളായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ചെറുപ്പകാലങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന്. സുഭാഷിതങ്ങൾ 22:6 പറയുന്നത് പോലെ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവർ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഈ ഒരു വാക്യം ഞങ്ങളെ ഏറെ സ്വാധീനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പം 3 വയസ്സ് മുതൽ തന്നെ കുട്ടികൾക്ക് ധ്യാനങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. അവർക്ക് അവരുടേതായ ശൈലിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കളി തമാശകൾ, പടം വരയ്ക്കുന്നതിലൂടെ, വീഡിയോ ദൃശ്യങ്ങളിലൂടെ, നാടകങ്ങളിലൂടെ, ബൈബിളിലെ വാക്യങ്ങളൊക്കെ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് പാട്ടിൻ്റെ രൂപത്തിൽ, കഥയുടെ രൂപത്തിൽ, കഥാപ്രസംഗത്തിൻ്റെ രൂപത്തിലൊക്കെ ഞങ്ങൾ പാവകളിലൂടെ ഒക്കെ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ ഈ ചെറിയ കുട്ടികളെ ഞങ്ങൾ പിടിച്ചിരുത്തുന്നത്. പക്ഷേ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ധ്യാനമാണ് ഈ കുഞ്ഞുങ്ങളുടെ ധ്യാനം. ആ ധ്യാനത്തിന് ഞങ്ങൾ ഏഞ്ചൽസ് റിട്രീറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ ധ്യാനത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാൻ സാധിക്കുകയില്ല. 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് വരുന്നത്. അതിന് വലിയ ഫലമുണ്ട് എന്ന് മാതാപിതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും ഈ ഏഞ്ചൽസ് റിട്രീറ്റ് ഒരു 6-7 ധ്യാനമെങ്കിലും നമ്മുടെ സെൻറ്ററിൽ വെച്ചും അല്ലെങ്കിൽ മറ്റ് ചോദിക്കുന്ന ഇടവകളിലുമൊക്കെ വെച്ച് നമ്മൾ നടത്താറുണ്ട്. മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം വചനം കേൾക്കുകയും വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഉൾപ്പെടെയുള്ള കുദാശകളിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അത് വിശുദ്ധീകരണത്തിന് കാരണമാകുന്നു. മാത്രമല്ല, ഒന്നിച്ച് വിശുദ്ധിയിൽ വളരാനും അത് സഹായിക്കും. ക്രിസ്ത്യൻ ധ്യാനങ്ങളിൽ പങ്കെടുക്കാൻ ധാരാളം പേരാണ് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ ക്രിസ്ത്യൻ കുടുംബ ധ്യാനങ്ങൾ വളരെ സഹായകമാണ്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും കൂടി ഒരുമിച്ച് കൂടത്തക്ക രീതിയിൽ കുടുംബ ധ്യാനം നടത്തുന്നുണ്ട്. കുടുംബധ്യാനത്തിൻ്റെ ആവശ്യകത വന്നത് പലപ്പോഴും കുട്ടികൾ ധ്യാനിച്ചിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മാതാപിതാക്കൾക്ക് അവരുടെ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് മാറ്റമില്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് അവരുടെ മാറ്റത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ കുടുംബമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്നും കുടുംബത്തിൽ തന്നെ പൊതുവായിട്ടുള്ള മാറ്റങ്ങളും നന്മയുടെ വേരോട്ടങ്ങളും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ വലിയ നന്മയുണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് തിരുക്കുടുംബത്തിലേക്ക് വന്നു പിറന്ന ക്രിസ്തുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് കുടുംബധ്യാനം നടത്താൻ ഞങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു ഞങ്ങൾ ഇടയ്ക്കൊക്കെ കുടുംബധ്യാനം നടത്തുവാനായിട്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ നടത്തുന്ന എല്ലാ ധ്യാനങ്ങളിലും മാതാപിതാക്കൾ കൂടെ വരുന്നവർക്ക് അവർ 50-ൽ താഴെ പേരേ ഉള്ളൂ എങ്കിൽ പോലും ഞങ്ങൾ കുടുംബധ്യാനം നടത്തുന്നുണ്ട്.
അത് വലിയ ചൈതന്യത്തിനും കൃപയ്ക്കും കുടുംബങ്ങളിൽ ഇടയാക്കുന്നു എന്നാണ് മാതാപിതാക്കൾ നമ്മളോട് തിരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വളരെ പ്രോത്സാഹജനകമാണ്. കുഞ്ഞുങ്ങൾക്കും പേരൻസിനും ഒരുമിച്ച് വീട്ടിൽ പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് ബൈബിൾ വായിക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും എല്ലാം ഇത് കാരണമാക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ടീനേജിൽ തന്നെയുള്ള കുട്ടികൾക്ക് പലപ്പോഴും നമ്മളുടെ ധ്യാനങ്ങൾ കൂടിക്കൂടി പല പ്രാവശ്യം ക്രിസ്ത്യൻ ധ്യാനം കൂടിയ കുട്ടികൾക്ക് വേണ്ടി കുറച്ചുകൂടി നേതൃത്വവാസനയിൽ വളരുന്നതിന് പര്യാപ്തമായിട്ടുള്ള പല ധ്യാനങ്ങളും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഒപ്പം നമ്മൾ പവർ ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാമുകൾ, ഇവരൊക്കെ സുവിശേഷ പ്രഘോഷകരായി തീരുന്നതിന് താല്പര്യമുള്ളവർക്ക് കടന്നു വരുന്നതിന് പറ്റിയ പവർ ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് 2014-2015 വർഷങ്ങളിൽ നമ്മൾ 2 പ്രോഗ്രാമുകൾ നടത്തുകയുണ്ടായി. 2500-ലധികം പേരാണ് അതിലൊക്കെ ഓൾ ഇന്ത്യ തലത്തിൽ കുറച്ച് പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വന്ന് പങ്കെടുത്തത്. അപ്പോൾ അതിലൂടെ നമ്മൾ 2033 അടുത്ത മഹാജൂബിലി കടന്നു വരുമ്പോഴേക്കും ഒരു വലിയ ജനതയെ സജ്ജമാക്കുക, സുവിശേഷം പ്രഘോഷിക്കുന്ന, ധൈര്യസമേതം ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുന്ന ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പവർ ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാമും അല്ലെങ്കിൽ ഇവാഞ്ചലൈസേഷൻ 2033 പ്രോഗ്രാമുകളുമൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രോഗ്രാമുകൾ എല്ലാ വർഷവും കേരളത്തിൽ കോട്ടയത്തും കണ്ണൂരിലുമൊക്കെ ആയിട്ട് നടക്കുന്നു. ഈ പ്രോഗ്രാമുകൾ കൂടാതെ വചനപ്രഘോഷകരെ വളർത്തുന്നതിന് വേണ്ടി കൂടുതൽ ആഴമുള്ളതും ശക്തവുമായ ശുശ്രൂഷകളും ക്രിസ്ത്യനിത്വത്തിൽ നടക്കുന്നുണ്ട്. സുവിശേഷം പ്രസംഗിക്കുക ജീവിത ലക്ഷ്യമായി കാണുന്നതിനെ കുട്ടികളെയും കുടുംബങ്ങളെയും സഹായിക്കുന്ന അഭിഷേകമുള്ള പ്രോഗ്രാമുകൾ ക്രിസ്റ്റീൻ ഒരുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇനിയും നമ്മൾ കർത്താവ് വെളിപ്പെടുത്തുന്ന ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമുള്ള പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും ദൈവം തരുന്ന പ്രചോദനം അനുസരിച്ച് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഈ ധ്യാനങ്ങൾ കൂടാതെ നമ്മൾ കൃപാസംഗമം എന്ന പേരിൽ ഒരു ധ്യാനം നടത്തുന്നുണ്ട്. അത് അനാഥരായ കുട്ടികൾക്ക് വേണ്ടി, അനാഥാലയങ്ങളിലും തെരുവിലുമൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സൗജന്യ ധ്യാനമാണ്. ഈ ധ്യാനത്തിൽ എല്ലാവിധത്തിലും അവരും ദൈവമക്കളാണെന്നും മുറിവുകളും വേദനകളിലുമുള്ള അവരെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് എന്നുമുള്ള വലിയൊരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ ധ്യാനങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുത്തത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ കൃപാസംഗമത്തിലൂടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കേരളത്തിൽ നമുക്ക് സഹായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ദുഃഖങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമുള്ള മോചനവും പഠന മേഖലയിലുള്ള ഉന്നമനവും എല്ലാം ഞങ്ങളെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞുങ്ങളെയും പരിഗണിക്കണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുകയും നമ്മളതിനോട് യേശു പറയുകയും ചെയ്തപ്പോൾ അതിന് നമ്മളെ സഹായിക്കാൻ പറ്റിയ പലരെയും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ദൈവം മാറ്റി നിർത്തുന്നത് കാണാൻ സാധിച്ചു. തൃശ്ശൂർ സൈഡിൽ ജെറൂസലേം ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ആ ഭാഗത്തുള്ള കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നമ്മൾ ധ്യാനങ്ങൾ നടത്തുന്നത്. അവിടെ ഗ്ലെയ്സൺ എന്നു പേരുള്ള ഗ്ലെയ്സൺ ആലപ്പാട്ടാണ് നമ്മളെ ആ ധ്യാനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കുന്നത്. വളരെ അങ്ങനെയുള്ള നല്ല ആളുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ സഹായിക്കാനുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ നടത്താൻ സാധിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയാം. ഇങ്ങനെയാണ് നമ്മുടെ ധ്യാനങ്ങളുടെ ഒരു ഘടന പോകുന്നത്. സെന്റ് ലൂസിയ ചിൽഡ്രൻസ് ഹോം ആർത്താറ്റിലെ കുട്ടികളെ തുടർച്ചയായി 4 വർഷമായി കൃപാസംഗമം എന്ന ധ്യാനത്തിലേക്ക് ഇവിടെ വരുന്നു. തൃശ്ശൂരിലേക്ക് ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ കൃപാസംഗമം നടക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. കാരണം ഇവിടുന്ന് കിട്ടിയ ആ ധ്യാനാനുഭവം അവരുടെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ധ്യാനത്തിന് ആദ്യത്തെ ദിവസം വന്നപ്പോൾ തന്നെ അവസാനം ബ്രദർ പറയുകയുണ്ടായി, ധ്യാനം കഴിയുമ്പോൾ ഒരു പ്രെയർ ഗ്രൂപ്പ് വീട്ടിൽ തുടങ്ങണമെന്ന്. അങ്ങനെ സെന്റ് ലൂസിയ ചിൽഡ്രൻസ് ഹോമിൽ അന്നു മുതൽ ഗ്രൂപ്പ് തുടങ്ങുകയും അതിൽ കുട്ടികൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ എല്ലാ ശനിയാഴ്ചയും 1 മണിക്കൂർ കുട്ടികൾ ആരാധന അവർ തന്നെ ലീഡ് ചെയ്യാറുണ്ട്. എല്ലാ കുട്ടികളും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും 8 വർഷമായി ഞാൻ കുട്ടികളുടെ ചാർജാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കുട്ടികളെ നോക്കുമ്പോൾ. അവരുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒക്കെ
അതിനോട് ഒരു താതാത്മ്യം ചെയ്ത് പോകുന്നത് പോലെ, അതുപോലെ കുമ്പസാരിക്കുമ്പോൾ നന്നായി ഒരുങ്ങി കുമ്പസാരിക്കാറ്, നല്ല കൗൺസിലിംഗ് ഒക്കെയാണ് ഇവിടുന്ന് ലഭിക്കുന്നതെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല അനുഭവമായിട്ടാണ് എനിക്കിത് പറയുവാനുള്ളത്. കേരളത്തിൽ മാത്രമായി ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ശുശ്രൂഷകൾ ഒതുങ്ങുന്നില്ല. ധാരാളം വിദേശ രാജ്യങ്ങളിൽ ഇതിനോടകം ക്രിസ്ത്യൻ മിനിസ്ട്രി ഫലപ്രദമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞു. സുവിശേഷം പ്രസംഗിക്കാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുക മാത്രമല്ല, ലോകം മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ മാതൃകയാവുക കൂടിയാണ് ക്രിസ്ത്യൻ നേതൃത്വം. 1997 മദർ തെരേസ മരിച്ചു കിടക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും ആദ്യം ഒമാനിലേക്ക് ഒരു ക്രിസ്ത്യൻ ധ്യാനം നടത്തുന്നതിന് വേണ്ടി പോയത്. അവിടെ ഉണ്ടായിരുന്ന വികാരിയച്ഛനായിരുന്ന ഫാദർ വർഗീസ് ചെമ്പോളിയാണ് ഈ ഒമാനിൽ ഈ ധ്യാനത്തിന് വേണ്ടി ക്രിസ്ത്യൻ ടീമിനെ വിളിച്ചത്. പക്ഷെ അന്ന് ഈ ധ്യാനം നടക്കുന്ന സമയത്ത് എനിക്ക് ആ അച്ഛനെ അറിഞ്ഞുകൂടാ. അച്ഛന് എന്നെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അച്ഛൻ ധ്യാനത്തിന് വിളിച്ചു. വളരെ നല്ല രീതിയിൽ അവിടെ പ്രോഗ്രാം നടന്നു. അതിനുശേഷം ഇപ്പോൾ യൂറോപ്പിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും, ഓസ്ട്രേലിയ, അമേരിക്ക, ഇംഗ്ലണ്ട്, സിംഗപ്പൂർ, ഗൾഫ് രാജ്യങ്ങളിൽ യമൻ ഒഴികെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നമ്മളുടെ ക്രിസ്ത്യൻ്റെ സാന്നിധ്യമുണ്ട്. വലിയ നല്ല പ്രോഗ്രാമുകളൊക്കെ എല്ലാ വർഷവും അവിടെയൊക്കെ എല്ലാ രാജ്യങ്ങളിലും നടക്കാറുമുണ്ട്. അവിടെയും നമ്മൾ ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുത്തിരുന്നു. അവരാണ് ക്രിസ്ത്യൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോക്കുന്നത്. അമേരിക്കയിൽ ക്രിസ്ത്യൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് ബിബി സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം നേരത്തെ നമ്മുടെ കൂടെ ക്രിസ്ത്യനിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആ വലിയ രാജ്യത്ത് പലയിടത്ത് സഞ്ചരിച്ച് ക്രിസ്ത്യൻ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മളും ഇടയ്ക്ക് പോയി സഹായിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മുന്നേറ്റത്തിന്റെ 3 പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം നയിക്കുന്ന അനേകം കുടുംബസ്ഥരെയും ക്രിസ്തുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായ അനേകം സമർപ്പിതരെയും രൂപപ്പെടുത്തുന്നതിൽ ക്രിസ്ത്യൻ ശുശ്രൂഷകൾ നിർണായക പങ്കുവഹിച്ചു. കാലഘട്ടത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുന്നതിൽ സഭയ്ക്ക് വലിയ അനുഗ്രഹവും സഹായവുമായിരുന്നു ഈ ശുശ്രൂഷ. ഞാൻ ഓർക്കുന്നു, ക്രിസ്ത്യൻ ശുശ്രൂഷകൾ നമ്മൾ ധ്യാനം നടത്തുമ്പോൾ നമുക്ക് വലിയ റിസൾട്ടായിട്ട് തോന്നത്തില്ല. കാരണം പിള്ളേർക്ക് വലിയ സൗഖ്യം കിട്ടിയാലും അവർ നമ്മളെ വന്ന് നന്ദി പറയുന്നതല്ലാതെ മറ്റു ധ്യാനം പോലെ ആയിരുന്നില്ല. അപ്പോഴൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ടാകില്ല, ചിന്തയുണ്ടായി, ദൈവമേ ഇങ്ങനെ വിതച്ചിട്ട് വലിയ കൊയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ള. പക്ഷെ പിന്നീട് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ദേവാലയങ്ങൾ ചെല്ലുമ്പോൾ, ചിലപ്പോൾ സെമിനാരിയിലൊക്കെ കുട്ടികൾക്കായിട്ടുള്ള പ്രോഗ്രാം നടത്താൻ ചെല്ലുമ്പോഴൊക്കെയാണ് തിരിച്ചറിയുന്നത് അവിടെ അവർക്കുണ്ടായിരിക്കും ദൈവവിളിയുടെ കേന്ദ്രമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ ധ്യാനമായിരുന്നു. ഞാൻ ഈയിടെ UK ചെന്നപ്പോൾ അവിടെ ഒരു പള്ളിയിൽ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തു, എല്ലാം ക്രമീകരിച്ചിട്ട് ധ്യാനം കഴിഞ്ഞ് പോരാൻ നേരത്താണ് അവിടെ അച്ഛൻ പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന സ്ഥലത്ത് ക്രിസ്ത്യൻ ധ്യാനം കൂടി, അവിടെ വെച്ച് കിട്ടിയ ദൈവാനുഭവവും എനിക്ക് കിട്ടിയ ദൈവാനുഭവം വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിച്ചതിന് വെളിച്ചത്തിലാണ് ഞാൻ വൈദികനാകാൻ തീരുമാനിച്ചതും ദൈവകൃപയാൽ ഇന്ന് ഞാൻ വൈദികനായിരിക്കുന്നതും ഈ രീതിയിൽ ശുശ്രൂഷ ഞാൻ ഇടവരുത്തിയത്. ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ കാണാൻ ഇടവന്നിട്ടുണ്ട്. അടുത്ത നാളിൽ മറ്റൊരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ 1 മാസത്തെ സമ്മർ ക്യാമ്പാണ് വെച്ചിരുന്നത്. ആ സമ്മർ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തതെല്ലാം 10ാം ക്ലാസ്സിൽ വെച്ച് ധ്യാനം കൂടിയ ഒരു കുട്ടിയായിരുന്നു. അവരിപ്പോൾ അവിടെ ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്തു. അമേരിക്കയിലാണ് ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്തിട്ട് അവർ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർ 2 കുട്ടികളും 10 വയസ്സ് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ദൈവാനുഭവമാണ് നന്നായിട്ട് പഠിക്കുവാൻ, വളരുവാൻ, നല്ലൊരു കുടുംബജീവിതം നയിക്കാനൊക്കെ സാധിച്ചത്. അപ്പോൾ അവർ കല്യാണം കഴിച്ച വ്യക്തിയും ക്രിസ്ത്യൻ ധ്യാനം കൂടിയവരായിരുന്നു, ദൈവാനുഭവം കിട്ടിയാണ്. അങ്ങനെ അവർ 2 പേരുടെ കൂടിയാണ് മേരിക്കുടി ചേച്ചിയുടെ നേതൃത്വത്തിൽ അവരുടെ കുഞ്ഞുങ്ങൾക്കും അതിനോട് ചേർന്ന് താല്പര്യമുള്ള 40 കുട്ടികൾക്കായിട്ട് ഇവിടെ ഒരു 1.5 മാസത്തോളം 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമ്മർ ക്യാമ്പ് നടത്താൻ, സ്പിരിച്വൽ സമ്മർ ക്യാമ്പ് നടത്താൻ ഇടവന്നു. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഇടയിൽ വിതയ്ക്കുന്നത് ഏതാനും നാളുകൾ കൊണ്ട് പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ കോളേജിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ വൈദികരെ സിസ്റ്റേഴ്സ് ആകുന്ന ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ അവരെല്ലാം പറയാറ് കാര്യമുണ്ട്, അന്ന് കിട്ടിയ ഒരു ടേണിങ്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വരുവാൻ, യേശുവിലേക്ക് വരുവാൻ, അതാണ് ഇന്നും എൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും
എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. അല്ല, ചെറുപ്പത്തിൽ കിട്ടിയാൽ കുട്ടി ഒരിക്കലും വലുതായാലും മറക്കുകയില്ല. അവർ യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ശുശ്രൂഷകളെക്കുറിച്ച് അറിയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എങ്കിലും ഇവിടെ വന്നൊരു ധ്യാനം കൂടുകയോ അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങുകയോ അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം സെമിനാരിയിൽ ചേർന്ന് വൈദിക പട്ടം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനായിട്ടൊരു അവസരമൊരുങ്ങി. അങ്ങനെ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും തുടർന്ന് ശുശ്രൂഷകൾക്കായിട്ട് ഇവിടെ കടന്നു വരുവാനായിട്ട് സാധിച്ചു. എനിക്കിവിടെ കാണാൻ സാധിച്ചത് ഒത്തിരിയേറെ കുട്ടികൾ ഇവിടേക്ക് കടന്നു വരികയും അവർ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിത ലക്ഷ്യത്തോടു കൂടിയിട്ട് കർത്താവിനെ കൂട്ടുപിടിച്ച് കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുവാനുള്ള തീരുമാനവുമായി ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതേപോലെ കൺമുൻപിൽ നേരിൽ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആരാധനാ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് വളരെ കരഞ്ഞു പ്രാർത്ഥിച്ച് പാപകരമായ ഒരു ജീവിതത്തെ ഉപേക്ഷിച്ച് ഒരു പുതിയ തീരുമാനത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് കുട്ടികളെ പരിചയപ്പെടുവാനും കാണുവാനുമായിട്ട് ഇടയായിട്ടുണ്ട്. കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ശുശ്രൂഷകളിലൂടെ കുട്ടികൾക്ക് വേണ്ട നല്ല ബോധ്യങ്ങൾ നൽകി അവരെ മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനേകം ശുശ്രൂഷകരെയും ഈ കാലയളവിൽ ഇവിടെ കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചു. ക്രിസ്റ്റീനുമായി ചേർന്ന് ഞാൻ പ്രവർത്തിക്കാനിടയായ ഒരു കാരണം ഇതാണ്. ആരംഭ കാലഘട്ടത്തിൽ ചേച്ചിയോട് ചേർന്ന് ഞാൻ പ്രവർത്തിച്ചപ്പോൾ ഒത്തിരിയേറെ പരിമിതികളുണ്ടായിരുന്നു. സൗകര്യങ്ങളോ വാഹന സൗകര്യങ്ങളോ പണമോ എല്ലാം പ്രശ്നങ്ങളായിരുന്നു. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തിരസ്കരണം ലഭിക്കും. എങ്കിലും കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ ഈശോയെ അറിഞ്ഞാൽ തീർച്ചയായും അവർ വാർദ്ധക്യത്തിലും അതിൽ നിന്ന് പിന്തിരികയില്ല എന്നുള്ള കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ പങ്കുവച്ചു കൊടുത്തപ്പോൾ അവരിൽ വന്ന മാറ്റമാണ് ഈ ഫീൽഡിൽ ചിൽഡ്രൻസ് മിനിസ്ട്രിയിൽ അഥവാ ക്രിസ്ത്യനിൽ പ്രവർത്തിക്കുവാൻ എന്നെ ദൈവം പ്രേരിപ്പിച്ചത്. ഒട്ടേറെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ എൻ്റെ കുഞ്ഞുങ്ങൾക്കും പങ്കുവച്ചു കൊടുക്കണം. അവരും ഈശോയെ അറിഞ്ഞ് പുതിയ വ്യക്തികളായി അവരും മാറണം. അവരുടെ വേദനകൾ മാറി അവരും നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി വളരണം എന്നുള്ള വലിയ ആഗ്രഹമാണ് ഏത് ത്യാഗത്തിനും എന്നെ പ്രേരിപ്പിച്ചത്. കടന്നുപോയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപരിപാലനയുടെ അനുഭവങ്ങൾ മാത്രമാണ് ക്രിസ്ത്യൻ നേതൃത്വത്തിന് പറയാനുള്ളത്. മുന്നിൽ വഴിയടഞ്ഞു പോയെന്ന് കരുതിയപ്പോഴൊക്കെ ദൈവം അതിശയകരമായി ഇടപെട്ട അനുഭവങ്ങൾ ഒരുപാട് പങ്കുവെക്കാനുണ്ട് ഇവർക്ക്. പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങളോട് ഹൃദയം ചേർത്തുവെച്ച് മുന്നോട്ടു പോകുന്നവരെ ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് വളർത്തുക തന്നെ ചെയ്യും എന്നതിന് ക്രിസ്ത്യൻ നമുക്ക് മുന്നിൽ ഒരു വലിയ അടയാളമാണ്. 1990 ബഹുമാനപ്പെട്ട നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ്റെ കൺവെൻഷൻ കോട്ടയത്ത് ഓർഗനൈസ് ചെയ്യുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. 90 കോട്ടയത്ത് വെച്ചാണ് ആദ്യത്തെ അച്ഛൻ്റെ ബ്രെഡ് കൺവെൻഷൻ നടക്കുന്നത്. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞൂർ പീറ്റർ ഊരാളി അച്ഛൻ ജനറൽ കൺവീനറും ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് ക്രിസ്ത്യൻ ഒരു ന്യൂസ് ലെറ്റർ ഇറക്കുന്നത്. ഒരു നമ്മുടെ ഇന്നത്തെ ചെറിയ പത്രത്തിൻ്റെ രാഷ്ട്രദീപിക പത്രത്തിൻ്റെ സൈസിലൊരു ന്യൂസ് ലെറ്റർ ഇറക്കി. 91 ആ കൺവെൻഷൻ വീണ്ടും നടത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അന്ന് നമ്മൾ ക്രിസ്ത്യൻ്റെ ആദ്യത്തെ മാസിക ഇറക്കി. ഈ മാസിക ഇന്നും ഒരു ഇഷ്യൂ പോലും മുടങ്ങാതെ ദൈവത്തിൻ്റെ കൃപയാൽ അത്ഭുതകരമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഒരു അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ദൈവപരിപാലനയെ മാത്രം ആശ്രയിച്ചാണ്. ഒരു അനുഭവം. ഞാൻ ഒരിക്കൽ മാസിക ഇറക്കുവാൻ പൈസയില്ല, പൈസ കൊടുക്കാതെ പ്രസ്സിൽ നിന്ന് ഈ സാധനം റിലീസ് ചെയ്യുകയില്ല. നമുക്ക് പോസ്റ്റിംഗ് ഡേറ്റ് ഉണ്ട്. എന്നാൽ പൈസ ഉണ്ടാകുമ്പോൾ മാത്രം ഇറക്കാമെന്ന് വിചാരിച്ചാൽ പറ്റുകയില്ല. കാരണം പോസ്റ്റിംഗ് ഡേറ്റ് ഉണ്ട്. എല്ലാ മാസവും ആ കൃത്യ ഡേറ്റിൽ പോസ്റ്റ് ചെയ്തില്ല എങ്കിൽ പോസ്റ്റൽ കൺസെഷൻ ക്യാൻസലാകും. അപ്പോൾ പൈസ ഇല്ലാതെ ഓടി നടക്കുമ്പോൾ പലരെ സമീപിച്ചു. ആരുടെ അടുത്തൊന്നും പൈസ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാൻ നമ്മുടെ ധ്യാന കേന്ദ്രത്തിന് അടുത്തുള്ള ഒരു ഗ്രോട്ടോയിൽ നിന്ന് പ്രാർത്ഥിച്ചു. നല്ല മഴയുള്ള സമയമാണ്. പ്രാർത്ഥിച്ചിങ്ങ് തിരിയുമ്പോഴാണ് കടമപ്പുഴയിലെ ഡോക്ടർ ജോർജ് മാത്യുവിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വണ്ടി വന്ന് അടുത്ത് നിൽക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വാ, അദ്ദേഹത്തിന് ഒരു ദശാംശത്തിൻ്റെ ബോക്സ് ഉണ്ട്, അതിനകത്ത് എന്താ ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഉള്ള അത്ഭുതം, നമുക്ക് വേണ്ട പൈസ എത്രയാണോ അത്രയും കൃത്യമായിട്ട്
കൃത്യമായിട്ട് ദൈവം ആ ദശാംശ ബോക്സിൽ ദൈവം നമുക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വലിയ പരിപാലനം അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ ഒരിക്കൽ വലിയൊരു ക്രൈസിസ് നമ്മൾ അഭിമുഖീകരിക്കുക, പൈസയില്ല. അപ്പോൾ നമ്മൾ പലയിടത്ത് ഇതുപോലെ കോണ്ടാക്ട് ചെയ്ത് അത്യാവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കുന്നവരെ പലരെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അവർക്ക് ആർക്കും അവിടെയൊന്നും ലൂസ് മണിയില്ല, നമ്മളെ സഹായിക്കാൻ സാധിക്കില്ലാത്ത അവസ്ഥ. ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് 2-3 ദിവസമായി മെയിൽ നോക്കിയിട്ട് അന്ന് ലെറ്ററുകളാണ് ഈ തിരക്കിൽ ഓടി നടക്കുന്നതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്ന മെയിൽ വളരെ സങ്കടത്തോട് മെയിൽ പൊട്ടിക്കുമ്പോൾ അതിലൊരാൾ അയച്ചിരിക്കുന്ന 50,000 രൂപയുടെ ചെക്ക്. എൻ്റെ പൊന്നു സഹോദരി, ഞങ്ങൾ പിന്നീട് അത് അന്നേരം തന്നെ ബാങ്കിൽ പോയി ഡൗൺ പേയ്മെൻ്റ് എടുത്ത് പ്രസ്സിലുള്ള പൈസ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും മേരിക്കുട്ടി ചേച്ചിയും കൂടി അദ്ദേഹത്തെ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം അത്ഭുതകരമായിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ സാക്ഷ്യത്തിലൂടെയാണ് ആ ദൈവപരിപാലനയുടെ മഹത്വം നമ്മൾ അറിയുന്നത്. 2 ദിവസമായിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ക്രിസ്റ്റീനെ സഹായിക്കണം. അദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. നമ്മുടെ ഒരു പ്രോഗ്രാം കൊച്ചിയിൽ വെച്ച് നടത്തിയപ്പോൾ ആ പ്രോഗ്രാമിൽ ഒരു ആനിമേറ്ററായിട്ട് പിള്ളേരെ നോക്കുവാനായിട്ട് സഹായിക്കുവാനായിട്ട് വന്നിരുന്നതാണ്. എന്താണേലും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ക്രിസ്റ്റീനിലേക്ക് ഒരു 50,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി പോസ്റ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം പീസ്ഫുള്ളായിട്ട് ഉറങ്ങി. അപ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം അത്ഭുതകരമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ പരിപാലന ഒന്ന് മാത്രമാണ്. നമ്മൾ കർത്താവിൻ്റെ ദാസൻ അല്ല കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് അനേകർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് നമ്മൾ പ്രത്യുത്തരം കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മളിലൂടെ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും പ്രകടമാകുന്നത്. അല്ലാതെ നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ ആലോചിച്ചാലോ മുമ്പോട്ട് പോയാലോ നമുക്കൊന്നും ഈ ഒരു ദൈവരാജ്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് നമ്മൾ തയ്യാറായി മുമ്പോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് ദൈവം നമുക്ക് നൽകും. സഭയിലും സമൂഹത്തിലും നന്മ വെട്ടമുള്ളവരായി ജീവിക്കാനും ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനും അനേകം കുഞ്ഞുങ്ങളെ പ്രചോദിപ്പിക്കുവാൻ ക്രിസ്റ്റീൻ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാലഘട്ടത്തിൻ്റെ സവിശേഷത അനുസരിച്ച് ദൈവം ചിലരെ തെരഞ്ഞെടുത്ത് ഉയർത്തും. കുട്ടികളെ കാക്കുന്നതിന് വേണ്ടി ദൈവം ഉയർത്തിയ ശുശ്രൂഷ സമൂഹമാണ് ക്രിസ്റ്റീൻ. ക്രിസ്ത്യ മുന്നേറ്റത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച മേരിക്കുട്ടി ചേച്ചിയും സന്തോഷ് ടിയും ബിജു തോമസും എല്ലാം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അനേകം ശുശ്രൂഷകരും നമ്മുടെ പ്രാർത്ഥനയും പിന്തുണയും അർഹിക്കുന്നു. അവർ അധ്വാനിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ക്രിസ്റ്റീൻ മിനിസ്ട്രി ഇനിയുമേറെ വളരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്കും ക്രിസ്റ്റീൻ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാം. വീണ്ടും മറ്റൊരു മിനിസ്ട്രിയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച. അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.